ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന പ്രവചനത്തിലൂടെ ഇന്റർനെറ്റിനെ മുൾമുനയിൽ നിർത്തിയ ആ അത്ഭുത പ്രവാചകൻ ഇതാ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബാബ വാങ്കയെയും നൊസ്ട്രാഡാമസിനെയും തോൽപ്പിക്കുന്ന പ്രവചനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ എബോനോഹ എന്ന സ്വയം പ്രഖ്യാപിത പ്രവാചകനാണ് ഇപ്പോൾ തന്റെ പ്രവചനം മാറ്റി എഴുതിയിരിക്കുന്നത്. ലോകം അവസാനിക്കുമെന്ന് കരുതി പേടിച്ചിരുന്നവർക്ക് പണി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ദൈവം നമുക്ക് കുറച്ചുകൂടി സമയം അനുവദിച്ചു തന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പുതിയ വേർഷൻ. പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ തികച്ചും വിചിത്രമായ അവകാശവാദങ്ങളാണ് എബോനോഹ ഉന്നയിക്കുന്നത്. താൻ മുമ്പ് നടത്തിയ പ്രവചനങ്ങൾക്ക് ശേഷം കഠിനമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കാലയളവിൽ തനിക്ക് ലഭിച്ച പുതിയ ദർശനത്തിൽ ലോകം മുഴുവൻ താൻ പണിയുന്ന ഒരു കമാനത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നത് കണ്ടത്രേ. എന്നാൽ ആ കമാനം ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇടം നൽകാൻ കൂടുതൽ കമാനങ്ങളും ടെന്റുകളും നിർമ്മിക്കാൻ ദൈവം സമയം നീട്ടിത്തന്നു എന്നാണ് ഈ പുത്തൻ പ്രവാചകന്റെ പക്ഷം. താനൊരു തട്ടിപ്പുകാരനല്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ടിക്കറ്റ് വിൽക്കുന്നില്ല, ആരിൽ നിന്നും പണം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്കും തിരക്ക് കൂട്ടരുത് എന്നാണ്. പരിഭ്രാന്തരാകാതെ എല്ലാവരും സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കണം, വിശ്രമിക്കാനും ജീവിതം ആസ്വദിക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ലോകാവസാന വാർത്ത കേട്ട് ആരാധനാലയങ്ങളിലേക്ക് ഓടിയവർ ഇപ്പോൾ ഇത് കേട്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. വീഡിയോയുടെ അവസാനം പുതുവത്സര ആശംസകൾ കൂടി നേർന്നാണ് പ്രവാചകൻ വിടവാങ്ങിയത്. എന്നാൽ സോഷ്യൽ മീഡിയ ഈ പുതിയ പ്രവചനത്തെ അത്ര ഗൗരവമായല്ല എടുത്തിരിക്കുന്നത്. ആവർത്തിച്ചുള്ള ഈ പ്രവചന മാറ്റങ്ങളെ പലരും പരിഹസിക്കുമ്പോൾ ചിലർ പ്രവാചകന്റെ യു-ടേണിനെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. പ്രവചനങ്ങളുടെ ലോകം എന്നും നിഗൂഢതകൾ നിറഞ്ഞതാണ്. ലോകാവസാനം വരുമെന്ന് പേടിപ്പിക്കുകയും പിന്നീട് അത് ടെക്നിക്കൽ റീസൺസ് കൊണ്ട് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ല. എബോനോഹയുടെ കമാനത്തിൽ എല്ലാവർക്കും കയറാൻ സ്ഥലം കിട്ടുന്നത് വരെ ലോകം സുരക്ഷിതമാണെന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. എന്തായാലും പ്രവാചകൻ പറഞ്ഞതുപോലെ അടുത്ത പ്രവചനം വരുന്നത് വരെ എല്ലാവർക്കും വീട്ടിലിരുന്ന് സുഖമായി ആഘോഷിക്കാം. പ്രകൃതിയും ദൈവവും നമുക്ക് നൽകുന്ന ഈ ബോണസ് സമയം നന്നായി ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലേ?